പ്രോഗ്രാംസിനും ഞാൻ പാടുന്ന പാട്ടാണ്. കാരണം ഞാൻ പാടിയ പാട്ടുകളിൽ എനിക്ക് ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സോങ് ആണ്. അൽഫോൻസേട്ടൻ്റെ സംഗീതത്തിൽ ഞാനും വിനീത് ശ്രീനിവാസനും ചേർന്ന് പാടിയതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് നല്ല പാട്ടുകൾ ആസ്വദിക്കുന്നവര്, നന്നായിട്ട് പാടാൻ അറിയുന്നവരൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയാം. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഈ പാട്ട് ഒരുമിച്ച് പാടാം. ഓക്കെ, റെഡിയാണോ? നമുക്ക് ചെറിയൊരു റിഹേഴ്സൽ നടത്തിയാലോ പാട്ട് പാടുന്നതിന് മുമ്പ്? നമുക്കൊന്ന് വളരെ സിമ്പിളാ പാടാനുള്ളത്. പാടുന്നത് നിങ്ങൾ പാടുമോ? ആ, റെഡിയാണല്ലേ? ഓക്കെ. ഇത് എന്റെ ടീം, ഇത് എന്റെ ടീം. സ്ത്രീകളെ അങ്ങനെയാണോ? ആ, ഞാൻ റെഡി. റെഡിയല്ലേ? കോമ്പറ്റീവ് ആണുങ്ങൾ കൂടുതലാണല്ലോ ദൈവം ഈ നാട്ടില്. കേരളയിലെ പോളിസി നിങ്ങൾക്ക് അറിയൂലേ? കേരളയിൽ പെണ്ണുങ്ങളാണ് കൂടുതല്, പക്ഷെ ചുങ്കപ്പാറയിൽ ആണുങ്ങളെ കൂടുതല്. കുഴപ്പമില്ല, പെണ്ണുങ്ങൾക്ക് ആണത്തുണ്ടായാൽ മതി, ബാലൻസ് ആയി. എന്തായി, സൗണ്ട് റെഡിയായോ? കീസ് വരുമോ? കീബോർഡിന്റെ ശബ്ദം വരുന്നുണ്ടോ? ഒന്നൂടെ ചേട്ടന്മാരെ റെഡിയല്ലേ? ചേട്ടന്മാരെ, ചേച്ചി അല്ല, ചേച്ചി എന്റെ ടീമാ. അപ്പൊ തുടങ്ങിക്കോ. ഇപ്പൊ നേരത്തെ നമ്മള് അനുഭവിച്ചതൊരു ചെറിയ സാങ്കേതിക തകരാറാണ്. ഇതൊന്നും ഞങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. നിങ്ങൾ എന്തായാലും ഇത്ര സ്നേഹത്തോടെ ക്ഷമിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാണ്ടിരിക്കാനായിട്ട് എല്ലാവരും മനസ്സിലൊന്ന് കാര്യമായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് ഞാൻ പാട്ടിലേക്ക് പോവാം. ഓക്കെ, പ്രാർത്ഥിച്ചോ? ഇല്ലേ, ആരും പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചോ? ഓക്കെ, വെരി ഗുഡ്. തുടങ്ങാം.
പ്രതീക്ഷയില്ല അല്ലെ? പ്രതീക്ഷയില്ല, പ്രതീക്ഷയില്ല. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി തന്നെ ഒന്ന് കൈയടിച്ചേ. I swear, super. സൂപ്പർ ഓഡിയൻസ്. ഞങ്ങൾക്കൊരു ഒരു പേടി ഉണ്ടായിരുന്നു. സത്യം എല്ലായിരുന്നു. പേടി പോയി. ഇപ്പൊ ധൈര്യം, ഓവർ കോൺഫിഡൻസ്. അപ്പൊ ജോത്സ്ന എന്തായാലും തിരിച്ചു വരില്ലേ? തീർച്ചയായിട്ടും വരും. അപ്പൊ കൂടുതൽ അടിപൊളി ഗാനങ്ങളായി ജോത്സ്നെ തിരിച്ചു വിളിക്കാം. താങ്ക് യു ജോത്സ്ന. നല്ലൊരു കൈയടി. What a start. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് പാടാൻ അറിയാം. എന്റെ അമ്മേ മോനെ, കല്യാണം വരെ കഴിക്കാൻ പേടിയാണ്, പിന്നെയാണ് പാട്ട്. പൊതുവെ എല്ലാത്തിനും പേടിച്ചോടുന്ന ഒരാളാണ് ഞാൻ. പിന്നെ നോക്കാം എന്താ വേണ്ടേ, കുറച്ച് കഴിഞ്ഞ് ഞാൻ പാടാം. ഇപ്പൊ നമ്മുടെ പാട്ടുകാരൊന്ന് പാടി പോട്ടെ, എന്നിട്ട് അവർക്ക് കണ്ണു വെക്കാതിരിക്കാൻ ഞാൻ വന്ന് പാടും. ഓക്കെ, ഡണ്ണാണ് 100%. പക്ഷെ ഡാൻസ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ വേദിയിൽ എത്തുന്നത് നിരവധി സൂപ്പർ ഡൂപ്പർ ഹിറ്റ്സ്, പോപ്പുലർ ഫാസ്റ്റ് നമ്പേഴ്സ് പാടിയ ഒരാളാണ്. ഇൻഫാക്ട് ഛോട്ടാ മുംബൈയിലെ പാട്ട് കേട്ടിട്ടില്ലേ? ആ പാട്ടും ട്രാഫിക്കും സീനിയേഴ്സും നിരവധി ചിത്രങ്ങളും ഗാനങ്ങളും ആലപിച്ച ഒരു സൂപ്പർ സിംഗർ ആണ് വേദിയിൽ എത്തുന്നത്. സിംഗർ മാത്രമല്ല, ഒരു കില്ലർ പെർഫോമർ കൂടിയാണ്. സോ നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി ഫാസ്റ്റ് നമ്പറുമായി എത്തുന്നു ഗായകൻ വിപിൻ. ചുങ്കപ്പാറ സ്റ്റൈൽ നല്ലൊരു കൈയോടെ സ്വാഗതം ചെയ്യാം. താങ്ക് യു രജനി ചേച്ചി. സൗണ്ട് ഇത്രയും പോരാ. താങ്ക് യു, നിങ്ങളുടെ പ്രോത്സാഹനത്തിന് നന്ദി. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി കഴിഞ്ഞതിൽ. താങ്ക് യു. എന്നെ വിളിച്ച മിസ്റ്റർ സബിനാണ്. അപ്പോൾ അടിച്ചു വിളിക്കാം. ഓക്കെ. इस पर भूत भी कोई चढ़ा है, तहलना चाहना। अब तो क्या बुरा क्या भला है, सिर्फ पहचानना। और सिर्फ पकड़ के गड़ा है कंबल में, छोड़ना छोड़ना। Oh,
തമീസ് പറഞ്ഞ അനുസരണയുള്ള, തമീസ് പറഞ്ഞ അനുസരണ ഇല്ലാത്ത ഹൃദയം എന്ന് പറഞ്ഞ തലവേദന. അനുസരണ ഉള്ള ഹൃദയമാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പ്രേമിച്ചാൽ ജീവിതത്തിൽ തന്നെ അനുസരണം ഇല്ലാതായി പോകും അല്ലേ? പ്രേമിക്കരുത്, ഡോണ്ട് ഡു എന്ന് ആ സ്ത്രീകൾ, കൊച്ചുകുട്ടികളൊക്കെയാണ് എൻ്റെ അടുത്ത് പറയുന്നത്. സ്ത്രീകൾ പോലും വിശേഷിപ്പിക്കാൻ പറ്റുന്നില്ല. 12 വയസ്സുള്ള കുട്ടികൾ എന്നെ നോക്കി, 12 അല്ല 21, 16, 18, +1 പഠിക്കുന്ന കുട്ടികള് 32 വയസ്സായ എൻ്റെ അടുത്ത് നോക്കി പറയണു പ്രേമിക്കരുതെന്ന്. കാലം പോയി പോക്കേ. എനിക്ക് ഇഷ്ടപ്പെട്ടു ചുങ്കപ്പാറയിലെ കുട്ടികളെ. വെരി നൈസ്, സ്പെഷ്യൽ കൈഡി. അപ്പൊ എന്തായാലും വിപിൻ വന്ന് കലക്കി. ജ്യോത്സ്ന വാസ് സ്പെക്ടാക്യുലർ. ആൻഡ് ഇനി ആ ഒരു ടെമ്പോ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മറ്റൊരു അടിപൊളി പാട്ടാകട്ടെ അല്ലേ? ആൻഡ് കുറെ ഡാൻസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ഐ കൻ സീ ഓൾ ഓഫ് യു റോക്ക് ഇറ്റ്. സോ നിങ്ങൾക്ക് വേണ്ടി വേദിയിൽ ഒരു സൂപ്പർ പെർഫോമർ എത്തുന്നുണ്ട്. ഷീ ഈസ് ഗോയിങ് ടു കം ഹിയർ ആൻഡ് സിംഗ് ആബ്സല്യൂട്ട്ലി വണ്ടർഫുള്ളി. നിങ്ങൾ എല്ലാവരും കൈയടിച്ച് സ്വാഗതം ചെയ്യൂ ഫോർ യെറ്റ് അനദർ ലവ്ലി സിംഗർ റിയാന. Here she is. നമസ്കാരം. എവിടെ? റെഡിയാണല്ലോ അല്ലേ? ഒരു തമിഴ് സോങ്. ഓക്കെ.
ആയിക്കോട്ടെ എന്ന്. നിങ്ങളൊരു പാട്ട് പാടിക്കാൻ മൈക്കൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ. മൈക്കൊക്കെ പിടിച്ച് പാടാൻ റെഡി ആയിട്ടില്ല. മൈക്കില്ല, സ്റ്റാൻഡേ ഉള്ളൂ അല്ലേ? കുഴപ്പമില്ല. ഹാവ് ഫൺ.